ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതുപോലെ പഠിക്കാൻ പോകുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതിൽ ബ്രെയിൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് ഈസ് ദ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് മെഡുല ഒബ്ലോങ്കേറ്റ. നമ്മൾ മിഡ് ബ്രെയിന്, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്രെയിൻ നിർത്തി വെച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ 2.13 ഇൻ ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഇരുന്നിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ വരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് സ്പൈനൽ കോഡ് വരുന്നത്. സ്പൈനൽ കോഡിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതാണ് സ്പൈനൽ കോഡ് വരുന്നത്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊരു ഭാഗമുണ്ട്. അതാണ് ഗ്രേ മാറ്റർ വേർ ദ മൈലിൻ ഷീത്ത് ഈസ് ആബ്സെൻറ്റ് ആൻഡ് ദ സെൽ ബോഡി ആൻഡ് axon and its synaptic knob present in this area, and this is the white matter which contain the nerves containing myelin sheath present in the white area of the spinal cord. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു സെൻട്രൽ കനാലാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു PVC പൈപ്പ് പോലെ വിചാരിക്കാം. കുറച്ചും കൂടിയും ഉള്ളിൽ തിക്കറായിട്ടുള്ള, നടുവിൽ കൂടെ മാത്രം ഒരു ഹോൾ പോകുന്ന ഒരു PVC പൈപ്പായിട്ട് കണക്കാക്കാം. ആ PVC പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഒരു ഹോൾ വരുന്നുണ്ട്. ദ പാർട്ട് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടേക്കാണ് കാണപ്പെടുക നമ്മൾ പഠിച്ചിരുന്നു. മെനിഞ്ചസിൻ്റെ ഇന്നർ പാർട്ടിൽ കാണാം, നമ്മുടെ സ്പൈനൽ കോഡിൽ കാണാം, ആൻഡ് അതർ കാവിറ്റീസ് ഓഫ് ബ്രെയിൻ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ കനാലിലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത്. പിന്നെ കൈ പോലെ ഒരു ഏരിയ നമ്മളുണ്ട്, അതിനെയാണ് ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. ഇതാണ് ഇപ്പം ഇവിടെ ആയിരിക്കും ഹാർട്ട് ഇരിക്കുന്നുണ്ടാവുക. ഈ ഹാർട്ടിൻ്റെ മെസ്സേജ് അതൊക്കെ സെറിബ്രൽ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഡോഴ്സൽ റൂട്ടാണ്. അതുപോലെ തന്നെ വെൻട്രൽ റൂട്ടുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 2 കൈ ഇങ്ങനെ പിടഞ്ഞു നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. ഡോഴ്സൽ റൂട്ടുണ്ട്, വെൻട്രൽ റൂട്ടുണ്ട്. ഡോഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, മെജോറിറ്റി ഓഫ് ടൈം ഡോഴ്സൽ എന്ന് പറയുന്നത് ഒരു ബാക്ക് സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്, ആൻഡ് വെൻട്രൽ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇത് ഫ്രണ്ടിലുള്ള ഭാഗമാണ്. ആ ഫ്രണ്ടിലുള്ള ഭാഗമാണ് വെൻട്രൽ സൈഡ്, ബാക്കിലുള്ള ഭാഗമാണ് ഡോഴ്സൽ റൂട്ട്. വെൻട്രൽ റൂട്ട് എന്താണ്? ട്രാൻസ്മിറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി. സോ നമ്മളെന്താണ് പഠിക്കുന്നത് ഇവിടെ? ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ മെസ്സേജസ് എത്തിക്കുക എന്നുള്ളതാണ് വെൻട്രൽ റൂട്ടിൻ്റെ ഫങ്ഷൻ എങ്കിൽ, ഇവിടെ ബോഡിയുടെ വേറെ വേറെ ഭാഗത്ത് നിന്ന് സ്പൈനൽ കോഡിലേക്ക് മെസ്സേജസ് എത്തിക്കുക എന്നുള്ളതാണ് ഡോഴ്സൽ റൂട്ടിൻ്റെ ഫങ്ഷൻ. മനസ്സിലായിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ 3 ഭാഗങ്ങളാണ്: സെൻട്രൽ കനാൽ, ഡോഴ്സൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്. സ്പൈനൽ കോഡ് ട്രാൻസ്മിറ്റ് message from different parts of the body to the brain and transmit the instruction from brain to different parts of body. അപ്പോൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ബ്രെയിൻ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ടു ബ്രെയിൻ, ബ്രെയിനിൽ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വെൻട്രൽ റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് തന്നെ ആരാണ്? വെൻട്രൽ റൂട്ടും ഡോഴ്സൽ റൂട്ടുമാണ്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഡോഴ്സൽ റൂട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡി. ഓക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സോറി ഫ്രം മൈ സൈഡ്. അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ടു ദ സ്പൈനൽ കോഡ്. മെസ്സേജ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. ഇത് ചെയ്യുന്നത് ആരായിരുന്നു? ഡോഴ്സൽ റൂട്ടായിരുന്നു. ഇതാരാണ്? വെൻട്രൽ റൂട്ടാണ്. അതായത്
ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വെൻട്രൽ റൂട്ടാണ്. സോ ആസ് എ ഹോൾ ഈ സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തിക്കുക, ബ്രെയിനിലുള്ള മെസ്സേജ് തിരിച്ചെത്തിക്കുക. സ്പൈനൽ കോഡ് വഴി എത്തിച്ചാൽ പിന്നെ സ്പൈനൽ കോഡിൽ എന്തുണ്ട്? വെൻട്രൽ റൂട്ടും ഡോഴ്സൽ റൂട്ടും ഉണ്ട്. അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്മിറ്റ് ചെയ്തോളും. അപ്പോൾ അതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ ദ മെസ്സേജ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺ, ഹൗ ഡസ് ഇറ്റ് ആപ്പൻസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? നമ്മളെ ഓരോ ന്യൂറോൺസും ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സിനാപ്റ്റിക് നോബിലേക്ക് കെമിക്കൽ മെസ്സേജസ് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് സ്പൈനൽ കോഡിലെത്തും. സ്പൈനൽ കോഡിൽ വെൻട്രൽ റൂട്ടും ഡോഴ്സൽ റൂട്ടും ഉണ്ട്. അത് ബ്രെയിനിലേക്ക് എത്തും. അപ്പോൾ അതാണ് ഇതിൻ്റെ റൂട്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാം. Didn't you notice the child's doubt? Yes, the messages transmitted through the neuron are called nerve impulses. നമ്മൾ മെസ്സേജസിന് എന്താണ് പറയുക? ന്യൂറോൺ വഴി മെസ്സേജസിനെ പാസ് ചെയ്യുമ്പോൾ അതിനെ നെർവ് ഇമ്പൾസസ് എന്നാണ് പറയുക. നെർവ് ഇമ്പൾസസ് എന്നാണ് പറയുക. അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഓൾ സെൽസ് ഇൻക്ലൂഡിങ് ന്യൂറോൺസ് ഹാവ് ആൻ ഇലക്ട്രിക് ചാർജ്. The inner side of the cell membrane has a negative charge compared to the outer side. When simulated, positive ions from outside the cell membrane enter the cell, causing a temporary charge variation in the region. അതായത് ഇപ്പോൾ ഒരു ന്യൂറോൺ എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ടൈമിലും അകത്ത ഭാഗത്തിനൊരു നെഗറ്റീവ് ചാർജും പുറത്തെ ഭാഗത്തിനൊരു പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. നമ്മൾ ഒരു മെസ്സേജ് വരുന്ന സമയത്ത്, ഇതാണ് ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ, ആ മെസ്സേജ് വരുന്ന സമയത്ത് ഇത് ഇൻ്റർചേഞ്ച് ചെയ്യും. പുറത്തേക്ക് നെഗറ്റീവ് ചാർജ് വരും, അകത്തേക്ക് പോസിറ്റീവ് ചാർജ് വരും. നമ്മൾ ആ ഇമേജ് ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയും, നെർവ് ഇമ്പൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ മാത്രം ഒരു വ്യത്യാസം വരും. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയും വ്യത്യാസം വരും. ആ ചേഞ്ച്, ഒരു വേരിയേഷൻ ഇവിടെ കാണുന്നുണ്ട്. To transmit a nerve impulse from one part to the body to another, it has to travel through different neurons. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് ഇതായിരുന്നു. ഇതാണൊരു ന്യൂറോണ്. അതിൻ്റെ എല്ലാ ബോഡി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതെന്തായിരുന്നു? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ഡെൻഡ്രോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, മൈലിൻ ഷീത്ത് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് മെസ്സേജ് പോകുന്നു. ദ പാർട്ട് വെയർ ആൻ ഇമ്പൾസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അതർ ന്യൂറോൺ ഈസ് കോൾഡ് സിനാപ്സ്. ഈ ഏരിയനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്ന ഈ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതാണൊരു സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ എൻഡിൽ വരുന്ന സിനാപ്റ്റിക് നോബിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ആ ടിപ്പ് ഓഫ് ദ ആക്സോൺ ദാറ്റ് കണ്ടെയ്ൻസ് വെസിക്കിൾ ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനുമുണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനുമുണ്ട്. ദ ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ്സ് വിച്ച് കണ്ടെയ്ൻസ് റിസപ്റ്റേഴ്സ് ഫോർ റിസീവിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എവിടെയാണ് കാണപ്പെടുക? ഡെൻഡ്രൈറ്റിലാണ് കാണപ്പെടുക. അതായത് സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂറോൺ. സിനാപ്റ്റിക് നോബിലാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ടാവുക. ഇതാണ് സിനാപ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ഈ ഒരു ഭാഗം എടുത്ത് പഠിക്കുമ്പോൾ ഇവിടെയാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇവിടെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുക. സിനാപ്റ്റിക് വെസിക്കിളിനകത്താണ് എന്തുണ്ടാവുക? സിനാപ്റ്റിക് വെസിക്കിളിനകത്തായിരിക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുക. അതായത് ഇവിടെ ഒരു ന്യൂറോൺ അവസാനിക്കുകയാണ്. ഇതാണ് ഒരു ന്യൂറോണിൻ്റെ അവസാനം. അവിടെ സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. ആ സിനാപ്റ്റിക് നോബിനകത്ത് എന്തുണ്ടാവും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവിടെയാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ കാണപ്പെടുക. ഇനി നമ്മൾ അടുത്ത ന്യൂറോൺ എടുക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ടാവും. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു ഇമ്പൾസ്
ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന് ആര് റിസീവ് ചെയ്യും? ഡെൻഡ്രൈറ്റിൻ്റെ എൻഡിലുള്ള ഭാഗം പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? ഡെൻഡ്രോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഡെൻഡ്രോൺ അത് സെൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ, ദെൻ ആക്സോണൈറ്റ്, ദെൻ സിനാപ്റ്റിക് നോബ്, അവിടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ആൻഡ് ദെൻ ടു the postsynaptic membrane of the other neuron. The synaptic knob secretes neurotransmitters to the synaptic cleft. Synaptic cleft എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ്, the small gap between two neurons. When the impulse reach there, these neurotransmitters bind with the receptors of the postsynaptic membrane and stimulate that neuron. Synapse transmit the impulse to only one direction and increase the speed of impulses. സിനാപ്സ് എന്ത് ചെയ്യും? ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, അതായത് ഈ ഡയറക്ഷനിൽ മാത്രമാണ് മെസ്സേജ് പോവുക, അല്ലെങ്കിൽ അത് കോംപ്ലക്സ് ആയിരിക്കും. അത് സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു സിനാപ്സിൻ്റെ മോഡൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആൻ എക്സ്പേർട്ട് ഫ്രം ആൻ ആർട്ടിക്കിൾ അബൌട്ട് ദ സിനാപ്സ് ഓഫ് ദ ബ്രെയിൻ പബ്ലിഷ്ഡ് ഇൻ സയൻസ് മാഗസിൻ ഈസ് ഗിവൺ ബിലോ. നമുക്ക് നോക്കാം. നിയോ കോർട്ടെക്സ് എന്നാണ്. നമുക്കിവിടെ ആ ഭാഗം നമ്മളിപ്പോൾ പഠിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ. ദ സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ ഓഫ് മാമൽ ഈസ് മോഡിഫൈഡ് ഇൻ ടു എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് 6 ലെയേർഡ് ന്യൂറോ കോർട്ടെക്സ്. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് എഴുതി. ഓക്കെ, ഫ്ലോ ചാർട്ട് എഴുതി നോക്കാം. ഒരു ഇമ്പൾസ്, ആ ഇമ്പൾസ് ഏതിലൂടെയൊക്കെയാണ് പോകാൻ നോക്കാം. ആദ്യം ഒരു ഡെൻഡ്രൈറ്റിൽ നിന്ന് തുടങ്ങാം. ഡെൻഡ്രൈറ്റിലൂടെ പോയി ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്ക് പോവും. ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് പോവും. സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലേക്ക് പോവും. ആക്സണിൽ നിന്ന് ആക്സോണൈറ്റിലേക്ക് പോവും. ആക്സോണൈറ്റിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് പോവും. സിനാപ്റ്റിക് നോബിൽ നിന്ന് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് പോവും. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നിന്ന് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് പോവും. അറിയാത്തൊരു എഴുതിയെടുക്കണേ. സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് പോവും. സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് പോവും. അവിടെ നിന്ന് അവിടെ റിസപ്റ്റേഴ്സിലേക്ക് പോവും. ആ റിസപ്റ്റേഴ്സ് വീണ്ടും ഡെൻഡ്രൈറ്റിലെത്തും. ഇതാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നിയോകോർട്ടെക്സിനെ പറ്റി പഠിക്കാം. ദ സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ ഓഫ് മാമൽ ഈസ് മോഡിഫൈഡ് ഇൻ ടു എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് 6 ലെയേർഡ് നിയോകോർട്ടെക്സ്. ഇറ്റ് ഈസ് മോർ ഡെവലപ്ഡ് ഇൻ ഹ്യൂമൻസ് ആസ് കമ്പയർഡ് ടു അതർ മാമൽസ്. അതായത് നമ്മുടെ സെറിബ്രത്തിനെ കുറിച്ച് പഠിച്ചില്ലേ നമ്മൾ? സെറിബ്രത്തിന് 2 ഭാഗം ഉണ്ടായിരുന്നു, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. കോർട്ടെക്സിൻ്റെ കളർ എന്തായിരുന്നു? ഗ്രേ മാറ്റർ ആയിരുന്നു. അതിന് 6 ലെയർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഹ്യൂമൻ കോർട്ടെക്സ് കണ്ടെയ്ൻ അപ്രോക്സിമേറ്റ്ലി 16 ബില്യൺ ന്യൂറോൺസ്. ഇൻ ഈച്ച് ഓഫ് ദം ആവറേജ് ഓഫ് 7,000 synapses are created with each other. Advanced mental processes such as thinking, decision making, learning, recalling, etc. are made possible with the help of the synapse of the neocortex. When we learn new things about things or gain new experience, the number of these synapses increases, making our brain more efficient and effective. എന്താണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്? ഏകദേശം 7000 സിനാപ്സ് ഉള്ള 16 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലെ കോർട്ടെക്സിലുള്ള സെറിബ്രത്തിലുള്ള കോർട്ടെക്സിൽ തന്നെയുണ്ട്. അതിന് 6 ലെയർ ഉണ്ട് നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്തിന്. ആ കോർട്ടെക്സിൻ്റെ നമ്മൾ കൂടുതൽ ബ്രെയിനെ വർക്ക് ചെയ്യുന്തോറും, അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബ്രെയിന് എഫിഷ്യൻ്റ് ആവുക. അപ്പോൾ സിനാപ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഒക്കെ കൂടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിനി കുറച്ച് ഭാഗം കൂടെ നോക്കാനുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച്. അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലാസ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ. താങ്ക് യു.